ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേരിയസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. നിങ്ങളുടെ പാസ്റ്റ് വീഡിയോന് കുറേ വ്യൂസ് കിട്ടി, ലൈക്സ് കിട്ടി. അതുകൊണ്ടാണ് നിങ്ങളുടെ വീഡിയോ ഞാൻ വേഗം ഇപ്രാവശ്യം ചെയ്യണത്. താങ്ക് യു സോ മച്ച് അക്വേരിയസ്, ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരു കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ഇന്ന് നമ്മൾ നിങ്ങളുടെ ഫീലിങ്സ് ആണ് നോക്കാൻ പോണത്, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. ആൻഡ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നോക്കും. ഈ വീഡിയോന് എൻഡ് വരെ നോക്കുക. എൻഡിലാണ് ഞാൻ ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻസ് എടുക്കാൻ പോണത്. ആൻഡ് ഔട്ട്കം ഈ റിലേഷൻഷിപ്പിൻ്റെ എൻഡിലാണ് ഉണ്ടാവാൻ പോണത്. അപ്പോൾ എൻഡ് വരെ നോക്കുക. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ് അക്വേരിയസ്? ഓവറോൾ എനർജി ഏസ് ഓഫ് വാൻഡ്സ്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ് 3 ഓഫ് കപ്സ്. അപ്പോൾ ഏസ് ഓഫ് വാൻഡ്സ് ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. ഒരു പുതിയ എനർജി, ഒരു പുതിയ ബിഗിനിങ്. കുറേ പാഷൻ ഉണ്ട് ഇവിടെ, കുറേ അട്രാക്ഷൻ ഉണ്ട്. ഈ പേഴ്സൻ്റെ എനർജി 3 ഓഫ് കപ്സ് ആണ്. ഇതും ഒരു ഡേറ്റിംഗിൻ്റെ എനർജി ആയിരിക്കാം, സോഷ്യലൈസിങ്ങിൻ്റെ എനർജി ആയിരിക്കാം. നിങ്ങളും ഇവർ മേ ബി ഫ്രണ്ട്സ് ആയിരിക്കാം. ആൻഡ് ഇവിടെ ഒരു ഇൻസ്റ്റൻറ്റ് അട്രാക്ഷൻ ഉണ്ടാവാം വഴിയുണ്ട്. നിങ്ങൾ ഡേറ്റിംഗ്, ഓൺലൈൻ ഡേറ്റിംഗ് ഒക്കെ ചെയ്യേണ്ട വെച്ചാൽ മേ ബി അങ്ങനെ ആയിരിക്കും നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഏസ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊരു പുതിയ ബിഗിനിങ്. അഗൈൻ എനിക്കൊരു പുതിയ എനർജിയാണ് കിട്ടുന്നത്. ഇതൊരു പാസ്റ്റ് അല്ല, ഇതൊരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഇൻ ലവ് കാണാണ്ട് എനിക്ക് ഈ പേഴ്സൺ എവിടെയോ നിങ്ങളുടെ ഓഫറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ മേ ബി ഫ്രണ്ട്സ് ആയിരിക്കാം, പക്ഷേ ഇവിടെ ഫസ്റ്റ് ടൈമാണ് നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണത്. നൈറ്റ് ഓഫ് വാൻഡ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊരു പ്ലെയർ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇത് മേ ബി നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ഈ പേഴ്സൺ കമ്മിറ്റ്മെൻറ്റ് ചെയ്യില്ല എന്ന് ഒരു ഫീലിംഗ് ഉണ്ടാവും നിങ്ങൾക്ക്. അതല്ല വെച്ചാൽ മേ ബി നിങ്ങളുടെ എനർജി ആയിരിക്കാം ഇത്. ഒരു പ്ലെയർ മാതിരി, ഒരു കാഷ്വൽ റിലേഷൻഷിപ്പിൻ്റെ എനർജിയിൽ ഈ പേഴ്സൺ 6 ഓഫ് കപ്സിലാണ്. അപ്പോൾ ഇവിടെ ഒരു പാസ്റ്റ് പേഴ്സൺ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇത് അഗൈൻ ഒരു പാസ്റ്റ് ലവറുടെ എനർജി അല്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് ടേൺഡ് ഇൻ ടു ലവ്, അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് കിട്ടണത്. ഒരു പാഷനറ്റ് കണക്ഷൻ. 9 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ നിങ്ങളുടെ സൈഡിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. എവിടെയോ നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് പ്രേ ചെയ്യുന്നു, ഹോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് വർക്കൗട്ട് ചെയ്യുമെന്ന്. ഫൈനലി ഇത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ സഡൻലി ഹാങ്ഡ് മാൻ ഒരു പോസിൻ്റെ എനർജിയാണ്, ഒരു സ്റ്റാഗ്നൻസിയുടെ എനർജിയാണ്. ഈ പേഴ്സൺ ഇപ്പോൾ ഷുവർ അല്ല, എന്തോ അവരുടെ പാസ്റ്റിൽ കാര്യം എന്തോ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇവിടെ ഒരു ബ്ലോക്കായി വരണത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഇത് പൈസീസ് എനർജിയാണ്. അപ്പോൾ എന്താണ് ഇതെന്ന് നമ്മൾക്ക് നോക്കാം. ഈ ഏസ് ഓഫ് വാൻഡ്സ് നിങ്ങളുടെ സൈഡിൽ എന്താണ്? നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇത് ഒരു സ്ലോ മൂവിങ് എനർജിയാണ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. കുറേ പാഷൻ ഉണ്ടായാലും നിങ്ങൾ കുറേ സ്ലോ ആയിട്ടാണ് അപ്രോച്ച് ചെയ്യണം ഈ പേഴ്സണെ. കുറേ പേടിയുണ്ട് നിങ്ങൾക്ക് ഈ പേഴ്സൺ റിജക്റ്റ് ചെയ്യുമെന്ന്. അതുകൊണ്ടായിരിക്കാം ഇത്രയും സമയം എടുക്കണത്. ഓറൽസ് ഇതുവരെ ഇത് ഉണ്ടായിട്ടില്ല വെച്ചാൽ മേ ബി ആ പ്രോസസ്സ് തുടങ്ങിയിരിക്കണോ. നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ട്, പക്ഷേ ഇതുവരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങൾ. 3 ഓഫ് കപ്സ്. ഈ പേഴ്സൻ്റെ എനർജി എന്താണ്? ഇവർക്കൊരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ് വേണ്ടത്. ഓക്കെ, അവർക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് വേണ്ടത്. പക്ഷെ അവരും ഒന്നും എക്സ്പ്രസ് ചെയ്യില്ല, ഓപ്പൺ അപ്പ് ആവില്ല. ഇവിടെ പൈസീസ് എനർജി ഉണ്ട്. അപ്പോൾ ഏസ് ഓഫ് കപ്സ്, നിങ്ങളിത് മാനിഫെസ്റ്റ് ചെയ്യാണ് ചെയ്യണത്. നിങ്ങളും ഈ പേഴ്സൺ എന്തെങ്കിലും പറയുമെന്ന് ഹോപ്പ് ചെയ്യണു, മാനിഫെസ്റ്റ് ചെയ്യണു ഒരു പുതിയ ബിഗിനിങ്. ഈ പേഴ്സൺ വെയിറ്റ് ആണ് ചെയ്യണത്. അവർക്ക് നിങ്ങൾ തന്നെ ഓഫർ ചെയ്യണം എന്നൊരു ഇവിടെ ഒരു വാശി ഇല്ല വെച്ചാൽ മേ ബി അവർ ഷൈ ആയിരിക്കാം. അതുകൊണ്ട് അവർ വെയിറ്റ് ആണ് ചെയ്യണത്. നിങ്ങൾ എന്തെങ്കിലും ഓഫർ പറയും. അങ്ങനെ ഒരു വെയിറ്റിംഗ് എനർജിയിലാണ് ഈ പേഴ്സൺ. അപ്പം നിങ്ങളുടെ എനർജി നൈറ്റ് ഓഫ് വാൻഡ്സ് എന്താണ് ഇവിടെ? പേജ് ഓഫ് വാൻഡ്സ്. ഈ പേജ് ഓഫ് വാൻഡ്സ് എന്താണ്? കിങ് ഓഫ് കപ്സ്. അപ്പം നിങ്ങളുടെ എനർജി ആക്ച്വലി കിങ് ഓഫ് കപ്സ് ആണ്.
അങ്ങനെ ആവണം എന്നില്ല, അവരുടെ എനർജിയും ആവാം. പക്ഷെ ഇവിടെ 2-3 ആൾക്കാർ ഇവിടെ കാണാം. പേജ് ഓഫ് ഫോൺസും നൈറ്റ് ഓഫ് ഫോൺസ് മേ ബി 1 പേഴ്സൺ ആയിരിക്കാം. പക്ഷെ ഇവിടെ കിങ് ഓഫ് കപ്സും ഉണ്ട്, സ്കോർപിയോ എനർജി. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടണ മെസ്സേജ് എന്താ വെച്ചാൽ, ഇത് നിങ്ങളുടെ സൈഡാണ് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ വേറെ ആൾക്കാരുമുണ്ട്. ഓക്കെ, വേറെ ആൾക്കാർ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ആൻഡ് അതുകൊണ്ടാണ് നിങ്ങൾ ഈ പേഴ്സണെ ഒന്നും ക്ലിയറായി ഓഫർ ചെയ്യാത്തത്. ഈ നൈറ്റ് ഓഫ് കപ്സ് അല്ല, കിങ് ഓഫ് കപ്സ്, ദ 3 ഓഫ് സോഡ്സ്. അപ്പോൾ ഇത് അഗൈൻ എനിക്ക് കിട്ടണ മെസ്സേജ് ഇവിടെ എന്താ വെച്ചാൽ, നിങ്ങൾ മുമ്പേ നിങ്ങളുടെ ലൈഫിൽ ആരോ നിങ്ങളുടെ പാസ്റ്റിന് തിരിച്ചു വരുന്നുണ്ടാവും. ഈ പേഴ്സന്റെ കൂടെ നിങ്ങളുടെ ഹിസ്റ്ററി ഉണ്ട്. ഈ പേഴ്സന്റെ കൂടെ അത് ഈ പേഴ്സൺ അല്ല, വേറെ ഏതോ ഒരു പേഴ്സൺ നിങ്ങളുടെ പാസ്റ്റിന് നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ നോക്കും. ഓക്കെ, ഇതൊരു നിങ്ങൾക്ക് സഡൻലി ഒരു ചോയ്സ് ഉണ്ടാവും ലവില്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു പാസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരും ആൻഡ് ഇതൊരു പുതിയ പേഴ്സണുമാണ്. അപ്പോൾ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ആണ് ഞാൻ കാണുന്നത്. ഈ ഹാർട്ട് ബ്രേക്ക് എന്താണ്? 3 ഓഫ് സോഡ്സ്, ക്വീൻ ഓഫ് കപ്സ്. അപ്പോൾ എവിടെയോ നിങ്ങൾ ഒരു പേഴ്സന്റെ കൂടെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് വർക്ക്ഔട്ട് ചെയ്തില്ല, അവിടെ ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി. ആൻഡ് ഇപ്പോൾ ഈ പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നു, പക്ഷെ അപ്പോഴേക്കും ഒരു പാസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ നോക്കുന്നുണ്ട്. 6 ഓഫ് കപ്സ്, ഈ പേഴ്സന്റെ എനർജി എന്താണ്? ഈ പേഴ്സണിന്റെ 5 ഓഫ് സോഡ്സ് ആണ്. ഈ പേഴ്സണും അറിയാം നിങ്ങളുടെ പാസ്റ്റിന്റെ ഒരു പേഴ്സൺ തിരിച്ചു വരുന്നുണ്ടെന്ന്, തിരിച്ചു വന്നു എന്ന്. ആൻഡ് അതുകൊണ്ടാണ് ഈ പേഴ്സണും സ്ട്രെസ്ഡ് ആവണേ. എന്നുവെച്ചാൽ നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൺ എവിടെയോ ഈ റിലേഷൻഷിപ്പിനെ സാബോട്ടാജ് ചെയ്യാനാണ് നോക്കണത്. ഇവിടെ മിസ്ഇൻഫർമേഷൻ, ഗോസിപ്പ് സ്പ്രെഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതാണ് ഈ പേഴ്സൺ ഇത്രയും സ്ട്രെസ്ഡ് ആയിരിക്കണം ഇവിടെ. അവർക്ക് ഈ ഡ്രാമ ഇഷ്ടമല്ല. ഓക്കെ, ഈ 9 ഓഫ് കപ്സ് നിങ്ങളുടെ എനർജി എന്താണ്? നിങ്ങൾ ഈ പേഴ്സണെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്, ഈ പുതിയ പേഴ്സൺ. പക്ഷെ ഇവിടെ ഒരു ചോയ്സ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക്. ഹാങ്ഡ് മാൻ, ഈ പേഴ്സന്റെ എനർജി എന്താണ്? ക്യാൻസർ എനർജി, ചാരിയറ്റ്. ഇവർക്ക് റിയലൈസ് ആവുന്നത് എന്താ വെച്ചാൽ, അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം. അപ്പോൾ വെരി സൂൺ അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യും, കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ അപ്രോച്ച് ചെയ്യും. ചിലപ്പോൾ എന്തായിരിക്കും ഫ്യൂച്ചർ ആക്ഷൻ ഇവിടെ? ഈ പേഴ്സന്റെ ഡെവിൽ. അപ്പോൾ ഈ സിറ്റുവേഷൻ കുറെ ടോക്സിക് ആവണു. എന്നുവെച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. പക്ഷെ ഈ സിറ്റുവേഷൻ ഒരു എൻഡ് ആവാൻ പോണ്ടതാ. ഈ തേർഡ് പാർട്ടി ഉണ്ടാച്ചാലും, ആരെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ ഇന്റർഫിയർ ഉണ്ടാച്ചാലും, അത് ആ സൈക്കിൾ കംപ്ലീറ്റ് ആവാൻ പോണ്ട്. അപ്പോൾ ഈ പേഴ്സൺ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഔട്ട്കം ഈ റിലേഷൻഷിപ്പിന്റെ 2 ഓഫ് കപ്സ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഡെസ്റ്റിൻഡ് ആണ്. നിങ്ങൾ രണ്ടാളും കുറെ സ്ട്രോങ് ആയിട്ടാണ് മുമ്പോട്ട് പോണേ. പക്ഷെ ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട് ഈ സമയത്ത്. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ, സ്ട്രോങ് ആയി പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇതൊരു ഫേസ് ആണ്, അത് പാസ് ആവും. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾ സെപ്പറേറ്റഡ് ആണെച്ചാലും ഈ സിറ്റുവേഷൻ കുറെ ദൂരെ വരെ എക്സ്റ്റെൻഡ് ആവില്ല. പറഞ്ഞാൽ ഈ പ്രോബ്ലം അത്ര ഉണ്ടാവില്ല ഫ്യൂച്ചറിൽ. ഇത് സോർട്ട് ഔട്ട് ആവും. നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് എന്താ വെച്ചാൽ, പേ അറ്റൻഷൻ ടു ദിയർ റെഡ് ഫ്ലാഗ്സ്, ദ സൈൻസ് ആർ കോഷനിങ് യു. അപ്പോൾ എവിടെയോ എന്തോ ഒരു റെഡ് ഫ്ലാഗ് ഉണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ആരോ ഈ റിലേഷൻഷിപ്പിൽ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്, അത് സൂക്ഷിക്കുക. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു. അപ്പോൾ ഫ്രണ്ട്സിന്റെ ഹെൽപ്പ് ഇവിടെ എടുക്കുക, ഈ സിറ്റുവേഷനെ ശരിയാക്കാൻ, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് റിമൂവ് ചെയ്യാൻ. എന്താ പ്രശ്നം വെച്ചാൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഇവിടെ ഹെൽപ്പ് ഔട്ട് ചെയ്യും. അതാണ് ഇവിടെ എനിക്ക് മെസ്സേജ് കിട്ടുന്നത്. അപ്പോൾ അക്വേരിയസ്, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് വെരി ക്വിക്ക്ലി ഞാൻ പറയാം. വെർഗോ, പൈസീസ്, ലിയോ, ജെമിനായി ആൻഡ് ക്യാൻസർ. ഓക്കെ, ഇതാണ് മേജർ സൈൻസ്. ഇതന്നെ ആവണം എന്നില്ല നിങ്ങളുടെ പേഴ്സൺ. ആൻഡ് കാപ്രിക്കോണും ഉണ്ട്. അപ്പോൾ ഏതും സൈൻ ആവാം. എനിവേ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണം വെച്ചാൽ ഒരു പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യുക. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യുക വേഗം. എന്നുവെച്ചാൽ അത്ര സെഷൻസ് ഇല്ല ഇപ്പോൾ ബാക്കി. അപ്പോൾ വേഗം ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ്റെ കൂടെ ഞാൻ അവിടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും.
ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.